Hi dear students, welcome back to Silent Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് ജനാധിപത്യം, വാട്ട് ഇസ് ഡെമോക്രസി എന്ന് കൃത്യമായി മക്കൾക്ക് പറഞ്ഞു തരാനാണ്. ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് മക്കളുടെ മൈൻഡിലേക്ക് വരാം. യെസ്, ഒബ്വിയസ്ലി ഒരു ഗവൺമെന്റ്, ഭരണകൂടത്തെ നമ്മൾ ജനാധിപത്യ ഭരണകൂടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതല്ലാതെ ജനാധിപത്യത്തിന്റെ മറ്റു മാനങ്ങൾ എന്തൊക്കെയാണ്, മറ്റു ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോവാണ്. വളരെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ലൈവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്, ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്കായി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. Democracy is the system in which the people are governed either directly by themselves or by elected representatives are called democracy. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമാണ് എന്നൊക്കെ മക്കൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യും. ഒബ്വിയസ്ലി ആണ്. അതുപോലെ തന്നെ ജനങ്ങൾ നേരിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് അവിടെ ഭരണം നടത്തുന്നത്. ആര് ഭരിക്കണം, ആര് നമ്മളെ ഗവേൺ ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്കാണ് അവിടെ അധികാരമുള്ളത്, ജനങ്ങൾക്കാണ് അതിനുള്ള അവകാശമുള്ളത്. വോട്ടവകാശത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആര് നമ്മളെ ഭരിക്കണം, ആര് നമ്മുടെ റൂളേഴ്സായിട്ട് വരണം, ആര് നമ്മളെ ഗവേൺ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഡെമോക്രസി എന്നുള്ള പദം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെമോക്രസി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്, എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്ന ചില സംശയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ തീർക്കാം, അല്ലേ? ദ ഇംഗ്ലീഷ് വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് ടേം ഡെമോക്രാഷ്യ. ഡെമോക്രാഷ്യ എന്ന് പറയുന്ന ഗ്രീക്ക് ടേമിൽ നിന്നാണ്, ഡെമോക്രാഷ്യ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഡെമോക്രസി എന്ന് പറയുന്ന എന്ത് ചെയ്തിട്ടുള്ളത് പദം ഉത്ഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ഡെമോക്രസിയുടെ എന്താ പറയുക, മലയാളം അർത്ഥമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഡെമോക്രാഷ്യ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെമോക്രസി വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഡെമോക്രഷ്യ? യെസ്, 2 വേർഡുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഡെമോക്രഷ്യ എന്നുള്ള എന്താ പറയുക വേർഡ് വന്നിട്ടുള്ളത്. ഡെമോസ് ആൻഡ് ക്രാഷ്, എന്താ പറയുക, ഡെമോസ് ആൻഡ് ക്രാറ്റോസ്, ഡെമോസ് ആൻഡ് ക്രാറ്റോസ് എന്നിങ്ങനെ 2 പദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഡെമോക്രഷ്യ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഡെമോസ് മീൻസ് പീപ്പിൾ. ഡെമോസ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്, ജനങ്ങൾ എന്നതാണ്. അതുപോലെ തന്നെ ക്രാറ്റോസ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അധികാരം അല്ലെങ്കിൽ പവർ. അപ്പോൾ ജനങ്ങൾക്കാണ് അധികാരം, അല്ലെങ്കിൽ ഡെമോസും ക്രാറ്റോസും മിങ്കിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മേർജ് ചെയ്തുകൊണ്ട് ഡെമോക്രാഷ്യ എന്നുള്ള പദം വരുന്നു. ആ ഡെമോക്രാഷ്യ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഡെമോക്രസി വരുന്നത്. അതിന് മലയാളമാണ് എന്ത്, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി നോക്കുക, ഡെമോസ് അതുപോലെ തന്നെ ക്രാറ്റോസ്. ഡെമോസ്, ക്രാറ്റോസ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, ജനം അല്ലെങ്കിൽ പീപ്പിൾ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ്, നമുക്കവിടെ കാണാൻ പറ്റും അധികാരം അല്ലെങ്കിൽ പവർ. അപ്പോൾ ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ്. ഇത് രണ്ടും കൂടിച്ചേർന്നുകൊണ്ടാണ് ഡെമോക്രസി വരുന്നത്. അതിൽ നിന്നാണ് ഡെമോക്രസി വരുന്നത്. കൃത്യമായിട്ട് മക്കളെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ജനാധിപത്യം മറ്റ് മേഖലകളിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് മാത്രമല്ല, ജനാധിപത്യം എന്ന് പറയുന്ന ആശയം വേറെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജനാധിപത്യം ഒരു ജീവിത രീതി, ഡെമോക്രസി എ വേ ഓഫ് ലൈഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റും, ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നുണ്ട്, അല്ലേ? എ വേ ഓഫ് ലൈഫ്, എ ഡെമോക്രസി ഓഫ് ഹോൾസ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി. നമുക്കറിയാൻ പറ്റും, ജനാധിപത്യത്തിൽ എല്ലാ ആളുകൾക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്, എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അവിടെ മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ജനാധിപത്യം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? യെസ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിൽക്കുന്നു, എവിടെ നമ്മൾ നിൽക്കുമ്പോഴും, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു, അപ്പോഴും നമ്മുടെ എതിരെ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന അതേ അഭിപ്രായമാവാം അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളാവാം, എന്നാലും നമ്മൾ അതിനെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കേൾക്കാൻ നമ്മൾ തയ്യാറാവും, അല്ലേ? ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ആ അഭിപ്രായത്തോണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നല്ല, ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് കേൾക്കാൻ തയ്യാറാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? അതാണ് നമ്മളോട് പറയുന്നത്, അഭിപ്രായങ്ങളോട് യോജിക്കാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട്, an individual has the right to agree or disagree the opinion of others, but at the same time അത് ഹിയർ ചെയ്യാൻ, അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. അത് എന്തിൻ്റെ പ്രത്യേകതയാണ്, ഡെമോക്രസിയുടെ പ്രത്യേകതയാണ്. സാറേ 1-2 എക്സാമ്പിൾ പറയാം. ഇത് ഈ ഒരു പോയിന്റും കൂടി പറഞ്ഞു സാറേ, 1-2 എക്സാമ്പിൾസും കൂടി മക്കൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം. അതായത് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുന്നു. ഡെമോക്രസി ബിഗെയിം മീനിങ്ഫുൾ വെൻ വി ആർ ഏബിൾ ടു ഫോം കളക്റ്റീവ് ഡിസിഷൻ. വി ഷുഡ് ഏബിൾ ടു അഡോപ്റ്റ് ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്, ഹോം, സ്കൂൾ ആൻഡ് സൊസൈറ്റി. നമ്മളിപ്പോൾ
വീട്ടിലൊരു കാര്യം തീരുമാനിക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂളിലൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഒക്കെ നമ്മുടേതായിട്ടുള്ള എല്ലാ ആളുകൾക്കും വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ടാവും, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ. അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ കൂട്ടായാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, നമ്മൾ നമ്മുടെ ഭരിക്കേണ്ട ആളുകളെ തീരുമാനിക്കുന്നത് നമ്മൾ കൂട്ടായിട്ടാണ് അല്ലേ. നമ്മളാണ് തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ എല്ലാ ആളുകളുടെയും അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും ഒപ്പീനിയൻസ് കേൾക്കുന്നു, സജഷൻ കേൾക്കുന്നു, എല്ലാം എന്ത് ചെയ്യണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ. ഇപ്പോൾ ഒരു കല്യാണത്തിന് എന്തുണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ചിക്കൻ ബിരിയാണി, ഒരാൾ മട്ടൻ ബിരിയാണി, ഒരാൾ എന്തായിരുന്നു, അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലാം കേൾക്കുന്നു, അതിൽ ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കളക്റ്റീവായിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ജനാധിപത്യം എന്ന് പറയും നമ്മുടെ ജീവിത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫ്രണ്ട്സിനിടയിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം എന്ത് കളിക്കുന്നു, അല്ലെങ്കിൽ PT പീരീഡ് നമ്മൾ എന്ത് കളിക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ ഒരാളാണോ തീരുമാനിക്കുന്നത്? അല്ല. അവിടെ ഡെമോക്രസി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, നമുക്ക് ഈ സമയം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്താലോ. അവിടെ എന്തുണ്ട്, ജനാധിപത്യമുണ്ട്. അവിടെ എല്ലാ ആളുകൾക്കും എന്തുണ്ട്, അവകാശങ്ങളുണ്ട്. എല്ലാ ആളുകളുടെയും അഭിപ്രായത്തിന് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡെമോക്രസി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ജനാധിപത്യം, എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഗവൺമെൻറ് എന്ന രീതിയിൽ എന്താണ് ജനാധിപത്യം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക്സ് ടു ഓൾ. ബൈ.